നിത്യപ്രഭാത നക്ഷത്രം. ഉണ്ണി മിശിഹായെ വളർത്തിയ പരിശുദ്ധ കന്യകാമറിയം, മാർ യൗസേപ്പ് പിതാവിൻ്റെ വത്സല മണവാട്ടിയായ പരിശുദ്ധ ദൈവമാതാവ്, അമലോത്ഭവ കന്യകാമറിയം, കർമ്മല മാതാവ്, സർവലോകത്തിൻ്റെയും മധ്യസ്ഥ, ഈശോ മിശിഹായുടെ രക്ഷാകര ദൗത്യത്തിനിടയിൽ അവിടുന്ന് തൻ്റെ അമ്മയായി സ്വീകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷ പ്രകാരം കാനായിലെ കല്യാണ അവസരത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റി ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കിയവർ, ലോകരക്ഷകനായ മിശിഹായുടെ മൃതശരീരം സ്വന്തം അങ്കത്തട്ടിൽ സംവഹിച്ച് ലോകത്തോട് മുഴുവൻ പ്രപഞ്ചനാഥൻ്റെ മരണത്തിൻ്റെ ദുഃഖം വിളിച്ചറിയിച്ച മഹോന്നതമായ, മനോഹരമായ എന്ന് പറയുവാൻ പാടില്ല, മനസ്സലിയിക്കുന്ന, ഹൃദയമലിയിക്കുന്ന വ്യാകുല മാതാവിൻ്റെ ചിത്രം.
ഉണ്ണിമിശിഹായെ പുൽത്തൊഴുത്തിൽ കിടത്തി ഉണ്ണിമിശിഹായുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ഭർത്താവായ മാർ യോസേപ്പിനൊപ്പം പ്രവർത്തിച്ച അമ്മ സർവ്വമനുഷ്യരുടെയും ജന്മത്തിൽ അമ്മയ്ക്കും അപ്പനുമുള്ള പങ്ക്, ആത്മീയ മക്കളെ ജനിപ്പിക്കുന്നതിന് ആത്മീയ അമ്മയുടെ മാതൃക. ഈ പശ്ചാത്തലത്തിൽ വേണം മാതാവിൻ്റെ അപദാനങ്ങളെ ഇകഴ്ത്തി കത്തോലിക്ക സഭ ചാക്രിക ലേഖനം ഇറക്കി എന്നൊക്കെയുള്ള വാർത്തയെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് ക്രിസ്തു സംഭവം ചർച്ചാവിഷയമായിട്ടുണ്ട്. 12 വയസ്സായ മിശിഹ തൻ്റെ തന്നെ ജീവിതത്തെ കൂടി ഉൾക്കൊള്ളുന്ന വചനഭാഗങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ നിന്ന് അമ്മയും അപ്പനും എത്തി യേശു മിശിഹായെ തദ്ദിന തർക്കങ്ങളിൽ നിന്ന് മാറ്റി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. ഏതാണ്ട് 30 വയസ്സ് വരെ, 15 വയസ്സിന് ശേഷം അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ജീവിച്ച് അവസാനം കാൽവരി മലയിലേക്ക് കുരിശുമായി നീങ്ങുന്ന സർവ്വലോകത്തിൻ്റെയും രക്ഷകനായ യേശു, അവൻ മനുഷ്യ ചരിത്രത്തിൽ പ്രവേശിച്ച് മനുഷ്യൻ്റെ സുഖദുഃഖങ്ങൾ സ്വന്തമായി പകർത്തി മനുഷ്യജീവിതവുമായി ഒന്നായിത്തീരുന്ന ദൈവത്തിൻ്റെ കഥയാണ് വചനം തന്നെയായ ബൈബിൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയവും മാർ യോസേപ്പ് പിതാവും യഹൂദ പാരമ്പര്യമനുസരിച്ച് ജീവിക്കുകയും യഹൂദർ ആചരിച്ച് അനുവർത്തിക്കുന്ന വചനഭാഗങ്ങളിൽ തങ്ങളുടേതായ കഴിവുകൾ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് വചനം പഠിക്കുകയും വചനത്തിന് സാക്ഷിയാവുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയം. പ്രിയമുള്ളവരെ, എത്രയെത്ര മാർപ്പാപ്പാമാർ എത്രയെത്ര പ്രഖ്യാപനങ്ങൾ നടത്തിയാലും സാക്ഷാൽ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ അമ്മയായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന് തന്നെ കഴിഞ്ഞും വലിയ ഒരു പ്രാധാന്യം നൽകരുതേ എന്ന് പറഞ്ഞാലും നാം ആരും അതൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ നമ്മുടെ അമ്മയെയോ അപ്പനെയോ ഉയർന്ന സ്ഥാനത്ത് വെച്ച് പൂജിക്കണമെന്നോ അല്ലെങ്കിൽ ഉന്നതമായൊരു സ്ഥാനത്തേക്ക് ഉയർത്തണമെന്നോ പറയുമ്പോൾ വിവേകമുള്ള മക്കളാണെങ്കിൽ എന്തു പറയും? എൻ്റെ അമ്മയെയും എൻ്റെ അപ്പനെയും എൻ്റെ സഹോദരനെയൊന്നും നിങ്ങളാരും അത്ര വലിയ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്കൊന്നും ഉയർത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാനൊരു സ്വാർത്ഥനാണെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കും. എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അടുത്ത സുഹൃത്തുക്കളും എന്നോട് അടുത്ത നാളിൽ ചങ്ങാത്തം കൂടിയ ചില വ്യക്തികളുമൊക്കെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിച്ചേരണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സ്വാധീനവും സമയവുമൊക്കെ ചിലവഴിക്കുന്ന പ്രക്രിയ ലോകാരൂപിക്ക് കീഴ്പ്പെടുന്ന നമ്മിൽ വന്നു ചേരാം. അത്തരമൊരു ചിന്തയായിട്ട് മാത്രമേ സഹരക്ഷക എന്ന വിഷയത്തിൽ മാതാവുമായി ബന്ധപ്പെട്ട് സകല ചാനലുകളും കൊട്ടിഘോഷിക്കുന്ന വിഷയത്തിൽ നമ്മുടെ മനസ്സിനെ തളച്ചിടേണ്ടതുള്ളൂ. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നല്ല ചിന്തകളും പ്രചോദനങ്ങളും നമ്മെ ആത്മീയമായി വളർത്തുന്നുണ്ടോ തളർത്തുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. തിയോളജി അഥവാ ദൈവശാസ്ത്രം, തത്വശാസ്ത്രം, സഭാശാസ്ത്രം, കാനൻ നിയമങ്ങൾ ഇതൊന്നും ദൈവവചനത്തിനെ പൂട്ടിവയ്ക്കുവാനായിട്ടുള്ള വലിയ ഭദ്രപ്പൂട്ടുകളൊന്നുമല്ല
ഭദ്രപ്പെട്ടികളൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭദ്രമായി എന്തും സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട്, കൂട്ടി വയ്ക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ, പ്രലോഭനം നമുക്കൊക്കെ ഉണ്ടാകാം. ദൈവത്തെ സംരക്ഷിക്കുവാനും ദൈവിക നിയമങ്ങളെ പൂട്ടിവയ്ക്കുവാനും ദൈവത്തെ തന്നെ മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനുമായിട്ടുമൊക്കെ മൽപ്പിടുത്തങ്ങൾ നടത്തുന്ന വിഡ്ഢിത്തം പരമ്പരാഗതമായി നമ്മുടെ ഇടയിലുണ്ട്. ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും, എന്തിനേറെ പല തർക്കങ്ങളും ദൈവനാമത്തിലാണ് എന്നറിയുമ്പോഴാണ് നമുക്ക് വന്നു ചേരുന്ന പാപ്പരത്വം, ആത്മീയതയിലെ വലിയ ഇടിവ് എത്രമാത്രമെന്നൊക്കെ ഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയ സഹരക്ഷകയല്ല എന്ന് പറയുമെങ്കിൽ, നാളെ വരുന്ന മറ്റൊരു മാർപ്പാപ്പ രക്ഷാകര കർമ്മത്തിൽ പരിശുദ്ധ കന്യകാമറിയം മാത്രമല്ല, സകല വിശുദ്ധന്മാരും സകല ശിഷ്യന്മാരും ക്രിസ്തുവിനെ അനുഗമിച്ച സർവ്വമനുഷ്യരും, ക്രിസ്തുവിനെ അന്വേഷിച്ച ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്ന സ്ത്രീ പുരുഷന്മാരും, എന്തിന് അവിടുത്തെ കുരിശ് താങ്ങിയ ശിമയോനും, അവിടുത്തോടൊപ്പം നടന്ന യൂദാസും പത്രോസും ഉൾപ്പെടുന്ന സർവശിഷ്യഗണങ്ങളും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗവും സഹരക്ഷകരുമായിരുന്നു എന്ന് പ്രഖ്യാപിച്ചു കൂടായ്മയില്ല. നമ്മൾ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? കാലാകാലങ്ങളിലുള്ള സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ അനേകം വഴികൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ, ചില വഴികളിലൂടെ തൽക്കാലം നടക്കേണ്ട, കുറേ കൂടി വ്യക്തമായ മറ്റൊരു വഴിയുണ്ട്, അതിലേ പോയാൽ മതി എന്നൊക്കെ അറിവുള്ള മോശമാരും ജോഷുവമാരുമൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കും. അത്തരമൊരു ഓർമ്മിപ്പിക്കലായിട്ട് മാത്രമേ ഇതിനെ കരുതേണ്ടതുള്ളൂ. പരിശുദ്ധ കന്യകാമറിയത്തിന് സഭയിലും നമ്മുടെ സമൂഹത്തിലും, പ്രത്യേകിച്ച് കേരള സമൂഹത്തിൻ്റെ വളർച്ചയിലും കേരള സമൂഹത്തിൻ്റെ വിശ്വാസ സംരക്ഷണയിലും പരസ്പരം സഹവർത്തിച്ചുകൊണ്ടുള്ള വിവിധ മതങ്ങൾ ഒന്നുചേർന്ന് അമ്മ ദൈവത്തെ, അമ്മ സങ്കല്പത്തെ, പരിശുദ്ധ അമ്മയുടെ മഹത്വത്തെ ഒക്കെ വിവിധ മതസ്ഥരെ ഒന്നു ചേർന്ന് സാഘോഷം കൊണ്ടാടുമ്പോൾ അവയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുവാനായിട്ട് തിന്മയുടെ ശക്തികൾ നമുക്ക് ശക്തമായ പ്രലോഭനങ്ങൾ നൽകാം. അത്തരമൊരു സംഭവത്തിലേക്ക് വേണം ഈ സഹരക്ഷക വിവാദത്തെ നമ്മൾ കണ്ടെത്തുവാൻ. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, പല വഴികൾ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ തെറ്റാത്ത ഒറ്റ വഴിയിലൂടെ നടക്കുവാൻ പ്രേരിപ്പിക്കുക എന്നത് നായകരുടെ ചുമതലയാണ്. ഇവിടെ കോടാനുകോടി കത്തോലിക്കരുടെ നായകസ്ഥാനത്ത് നിൽക്കുന്ന മാർപ്പാപ്പ അഥവാ മാർപ്പാപ്പമാർ രക്ഷയിലേക്കുള്ള ശരിയായ ഒരു പാത കാണിക്കുമ്പോൾ അനേകം ഉപപാതകൾ ഉണ്ട് എങ്കിൽ അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴി ക്രിസ്തുവിൻ്റെ വഴിയാണ് എന്ന് സൂചിപ്പിക്കുന്നു എങ്കിൽ അതിലൊരു ഉത്തരവാദിത്വമുണ്ട്. അത്തരം ഒരു ഉത്തരവാദിത്വം മാത്രമാണ് യേശു ഏകരക്ഷകൻ എന്ന ഒരു കൽപ്പന ഇക്കാലത്ത് കത്തോലിക്കാ സഭയ്ക്ക് ഊന്നൽ കൊടുത്ത് ഇറക്കേണ്ടി വന്നത്. ദൈവികമെന്ന് പറയട്ടെ, പല പെന്തക്കോസ്തൽ സഭകളും ഒരു പരിധിവരെയും ക്രിസ്തുവിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിൻ്റെ പേരിൽ ഒട്ടേറെ വിവാദങ്ങളും സംഘട്ടനങ്ങളും ഭിന്നിപ്പുകളും സഭയിൽ വളരുകയുമൊക്കെ ചെയ്തു എങ്കിൽ അത് നന്മയുടെ ഒരു സംഭവം നിമിത്തം മാത്രമായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പിനുള്ള ഒരവസരം നമുക്ക് ദൈവം നൽകുന്നു. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏതാണ് ഏറ്റവും നല്ലത്, നമുക്ക് ഒന്ന് ഉറപ്പിച്ച് പറയാം. ഒട്ടും തെറ്റാത്ത വഴി ഒരാളുടെ വഴി മാത്രമാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്. ആ ദൈവം യേശുവാണ് എങ്കിൽ യേശുവിൻ്റെ വഴി മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അവിടെ പരിശുദ്ധ കന്യകാമറിയം വെറും ഒരു സൃഷ്ടി മാത്രമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ല അവിടെ നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് സാക്ഷാൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നൊരു സൂചന.
ഈ വിവേകം പരിശുദ്ധ കന്യകാമറിയത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് അംഗീകരിക്കാവുന്ന ഏറ്റവും നല്ല മാതൃകയാണ് എന്ന് പറയുന്നതിൻ്റെ നിദാനം. കാരണം എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്ഭുത പ്രവർത്തനത്തിന് തയ്യാറായി നിന്ന, അതിൽ നിന്ന് വിസമ്മതിച്ച് നിന്ന ക്രിസ്തു അവിടെ അമ്മയുടെ ഇംഗിതം അറിഞ്ഞുകൊണ്ട് അമ്മ പറയുന്നത് ചെയ്യുന്നു. അമ്മ എന്താണ് പറഞ്ഞത്? ശിഷ്യരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞത് എന്താണ്? അവൻ പറയുന്നത് പോലെ ചെയ്യുക, അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുക, അവൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. കാരണം എന്താണ്? അവൻ ദൈവമാണ് എന്ന് അമ്മയ്ക്കറിയാവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്താണല്ലോ സുവിശേഷത്തിലെ പരിശുദ്ധ കന്യകാമറിയം താൻ ചെയ്യേണ്ട വലിയ പ്രവർത്തനങ്ങളുടെ സ്ഥാനം തൻ്റെ മകനായ ക്രിസ്തുവിന് നൽകി നമുക്ക് മാതൃക നൽകുന്നു. പ്രിയമുള്ളവരെ, ഒട്ടേറെ വിവാദങ്ങളിൽപ്പെട്ട് നേരായ മാർഗങ്ങളിൽ ചരിക്കുന്നവരെ ഭിന്നിപ്പിക്കുവാനായിട്ടുള്ള ശക്തമായ പ്രവണതകൾ ഏത് ഉന്നത സ്ഥാനത്തു നിന്നും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മുമ്പിൽ നാം അംഗീകരിക്കുന്ന പല വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പിന്നാലെ പോയി രക്ഷയിലേക്ക് നടക്കുന്നവരെ മുഴുവൻ പിന്തിരിപ്പിക്കുന്നൊരു പ്രവണതയുടെ മുമ്പിലേക്കാണ് പുതിയൊരു തുറുപ്പുചീട്ടുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചൊരു വിവാദം, അതും ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന്. എന്താണ് ഇവിടെ നടക്കുന്നത്? സത്യത്തിലൊന്നുമില്ല. ഇതൊരു വാർത്ത പോലുമല്ല. ഒന്നാം പ്രമാണം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ആ ദൈവത്തിൻ്റെ സ്ഥാനം തോമാസ് ശ്ലീഹായ്ക്കോ മറ്റ് ശ്ലീഹന്മാർക്കോ പരിശുദ്ധ കന്യകാമറിയത്തിനോ യോസേപ്പ് പിതാവിനോ സർവകാലത്തും സഭയുടെ രക്ഷകരായി വന്നിട്ടുള്ള വിശുദ്ധാത്മാക്കൾക്കോ ഒക്കെ നൽകി ജനം ദൈവത്തിൽ നിന്നും വഴിമാറുന്നു എന്ന് തോന്നുമ്പോൾ വിവേകമുള്ള അധികാരികൾ, വിവേകമുള്ള താക്കീതുകൾ, വിവേകമുള്ള പഠനങ്ങൾ നൽകുന്നു. നമുക്ക് ഇതിൻ്റെ പിന്നാലെ പോകുവാൻ അവകാശമില്ല. അതൊരു പഠനം മാത്രമാക്കി മാറ്റി നിർത്തട്ടെ. പണ്ട് കവിതയിലൊരു വലിയ വിവാദമുണ്ടായപ്പോൾ വളരെ ശ്രേഷ്ഠനായ ഒരു പണ്ഡിതൻ പറയുകയുണ്ടായി, കവിതകൾ എഴുതിക്കൂട്ടുവിൻ കൂട്ടുകാരെ എന്ന്. ദൈവവചനത്തിന് ദൈവവഴിയെ നടന്ന് നീങ്ങുക. നിങ്ങളേത് മതസ്ഥരാണ്, നിങ്ങളേത് മതവിശ്വാസികളാണ്, നിങ്ങളേത് വിശുദ്ധൻ്റെ ആൾക്കാരാണ്, ഇതൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയത്തെ തള്ളിക്കളയാതെ പാഴാക്കാതെ ദൈവത്തിൻ്റെ ഇച്ഛ, അതായത് നന്മ മാത്രം പുലരട്ടെ എന്ന വിചാരം, മറ്റുള്ളവരിലെ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരെ നല്ല നന്മകൾ അതേത് മതവിഭാഗത്തിൻ്റെ ആകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആകട്ടെ, ഏത് വ്യക്തിയുടെ ആകട്ടെ, ഏത് പണ്ഡിതൻ്റെ ആകട്ടെ, ഏത് പാമരൻ്റെ ആകട്ടെ, അവയെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനോഭാവം, അതാണ് ഈ വിവാദങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുക്കേണ്ടത്, ഓർമ്മിപ്പിക്കേണ്ടത്.